കള്ളം പറഞ്ഞ മന്ത്രിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേവലം 5 KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു എന്നതിൻ്റെ പേരിൽ വലിയ രീതിയിലേക്ക് ആസൂത്രിതമായിട്ടുള്ള നീക്കം മന്ത്രിക്കെതിരെ ഉണ്ടായി എന്ന തരത്തിലേക്കും വ്യാജമായിട്ടുള്ള മൊഴി കൊടുത്ത് അവരെ ജയിലടയ്ക്കാനുള്ള ഒരു നടപടികളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ മന്ത്രിയുടെ പ്രതികരണം കൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായി മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന യാഥാർത്ഥ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനെല്ലാം ബോധ്യമായി. അത് മന്ത്രിയുടെ ഈ പ്രതികരണം ഒരു ചാനലിന് കൊടുത്ത പ്രതികരണത്തിൽ വന്ന കുമ്മോജികളുടെ എണ്ണം തന്നെ പരിഗണിച്ചു കഴിഞ്ഞാൽ കേരളീയ പൊതുസമൂഹമെല്ലാം ഈ മന്ത്രിയെയും ഈ സർക്കാരിനെയും പുച്ഛിച്ച് തള്ളുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനാധിപത്യപരമായി ഒരു സംസ്ഥാനത്ത് ഒരു ഭരണകൂടം നടത്തുന്ന ചെയ്തികൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള ഞങ്ങളുടെ അവകാശം മാത്രമാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. യാതൊരു രീതിയിലും മന്ത്രിയെ കയ്യേറ്റം ചെയ്യണമെന്ന ഒരു താല്പര്യമോ അതിനുള്ള ശ്രമമോ KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ വലിയ രീതിയിൽ ആ വിഷയത്തെ വക്രീകരിച്ചുകൊണ്ട് ഒരു കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്ന തരത്തിലേക്ക് മന്ത്രിയുടെ പ്രസ്താവന മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. കണ്ണൂർ ജില്ലയിൽ എത്രയോ ഇടങ്ങളിൽ KSUവിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ബോംബ് എറിയുന്ന സാഹചര്യമുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിലേക്ക് വെല്ലുവിളികൾ അല്ലെങ്കിൽ ഭീഷണികളെല്ലാം നടത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. ഇതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് മന്ത്രി വീണ ജോർജ് നടത്തിയ ഈ വ്യാജ ആരോപണമാണ്. അദ്ദേഹം പറയുന്നു, ഇവിടെ KSUക്കാർ കരുതി കൂട്ടിയിരുന്നു കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. ചില CPM നേതാക്കന്മാരെല്ലാം പറഞ്ഞു ഗറില്ല യുദ്ധത്തിന് അല്ലെങ്കിൽ ഗറില്ല മോഡൽ ആക്രമണമെല്ലാം നടത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുന്നു. ഇവിടെ AN ഷംസീർ ഉൾപ്പെടെ സ്പീക്കറിൻ്റെ എല്ലാം ഗൂഢാലോചനയെല്ലാം പൊതുസമൂഹത്തിനെല്ലാം മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സർക്കാർ, ആരോഗ്യവകുപ്പ് അവരുടെ മുഖം മിനുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഈ ശ്രമം അവരുടെ മുഖം കൂടുതൽ വികൃതമാകുന്ന സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോയത്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ പ്രതികരണത്തിന് യാതൊരു ആത്മാർത്ഥതയുമില്ല. സാധാരണഗതിയിൽ പൗരന്മാർ ഈ നാട്ടിലെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സമരമെല്ലാം പ്രഖ്യാപിക്കുന്നതെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ ഇത് ഭരണകൂടം തിരിച്ച പൗരന്മാർക്കെതിരെ കരുതി കൂട്ടിയിട്ട് ആക്രമണം നടത്തുന്ന ഒരു ശ്രമമാണ്. ഇതൊരു മന്ത്രിയുടെ പദവിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് മന്ത്രി വീണ ജോർജ് ഇനിയെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാപ്പ് പറയണം. ആ പദവിയിൽ തുടരാൻ അവർക്ക് അർഹതയില്ല എന്ന് KSU പറയുകയാണ്. KSU സഹപ്രവർത്തകരുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയും. കള്ളം പറഞ്ഞ മന്ത്രിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.